അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് മാജിദ് എന്നത്. മഹത്വമുള്ളവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ ഈ ഇസ്മ് വന്നിട്ടില്ല. ഇതിൻ്റെ അബ്ജദീയത്ത് 48. എല്ലാ നിലക്കുമുള്ള മഹത്വമുള്ളവൻ, വിശാലമായ നിലക്ക് സൃഷ്ടികൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നവൻ, അങ്ങേയറ്റം ശ്രേഷ്ഠത ഉള്ളവൻ, ദാത്ത് പരിശുദ്ധമായവൻ, പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ഭംഗിയായവൻ, നൽകലുകൾ വളരെ ഭംഗിയായവനും വിശാലമായവനും. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ മുകളിൽ മറ്റൊരു ഔദാര്യം ഇല്ല. ശ്രേഷ്ഠതയിലും പ്രശംസനീയമായ സ്തുത്യർഹമായ സർവവിശേഷണങ്ങളിലും സമ്പൂർണമായവൻ. ഈ രൂപത്തിലെല്ലാം മാജിദ് എന്ന ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വാജിദ് എന്നത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ പരിപൂർണതയുടെ മേലിൽ അറിയിക്കുന്നു. മാജിദ് എന്നത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ പരിപൂർണതയുടെ മേലിൽ അറിയിക്കുന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും നന്മകളും നൽകലുകളുമൊക്കെ വലിയ വിശാലമായതാണ്, അധികരിച്ചതാണ് എന്നതിൻ്റെ മേലിൽ കൂടി അറിയിക്കുന്നുണ്ട്. ഒരടിമ തൻ്റെ യജമാനനായ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് ഏറ്റവും വലിയ മാജിദ്, മഹത്വമുള്ളവൻ എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ആ അടിമയുടെ മനക്കരുത്ത്, അവൻ്റെ ഹിമ്മത്ത്, അവൻ്റെ ലക്ഷ്യം അള്ളാഹുവിലേക്ക് ഉയരുന്നതാണ്. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുകയും സർവകാര്യങ്ങളിലും അള്ളാഹുവിനെ അവൻ ചാരണം കൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടാകും. ഈ മാജിദ് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്നത് നമ്മളുടെ ഹിമ്മത്ത് സർവ സൃഷ്ടികളെ തൊട്ടും ഉയരലാണ്. നമ്മളുടെ ലക്ഷ്യവും മനക്കരുത്തും സൃഷ്ടികളിലേക്ക് ബന്ധിക്കാതെ ആ സൃഷ്ടികളെ ഇവിടെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ബന്ധിക്കലാണ്. അതുപോലെ തന്നെ ഹഖീഖത്തുകളിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് ബന്ധിക്കലാണ്. അങ്ങനെ ബന്ധിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നാം അങ്ങേയറ്റം കെട്ടുറപ്പുള്ളവരാവുകയും അള്ളാഹുവിൻ്റെ ശറഫ് കൊണ്ട് ഇസ്സത്തും പ്രതാപവുമുള്ളവരാവുകയും നാം ചെയ്യും. ഈ ഇസ്മുമായി കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഒരു ഖൈറും ഇല്ല എന്ന തിരിച്ചറിവിലേക്ക് അവന് എത്താൻ കഴിയുന്നു. ഈ മഹത്തായ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കൽ മഹാന്മാർ പഠിപ്പിച്ചു. നീ ജനങ്ങളോട് ഔദാര്യത്തോടെയും നല്ല സ്വഭാവത്തോടെയും പെരുമാറുകയും ഇടപെടുകയും വേണം. നിന്നിൽ അല്ലാഹു തആല ഏൽപ്പിച്ച സമ്പാദ്യങ്ങളും അനുഗ്രഹങ്ങളും, അത് അറിവാകാം, അതല്ലെങ്കിൽ സമ്പത്താകാം, എല്ലാം ജനങ്ങൾക്കും നൽകിയിട്ട് അവരോട് നല്ല നിലയിൽ ഇടപെടുക, സൽസ്വഭാവത്തോടുകൂടെ ഇടപെടുക. അവരിൽ നിന്ന് നമുക്ക് വല്ല ദ്രോഹങ്ങളും വന്നാൽ അതിനെ മാപ്പ് ചെയ്തു കൊടുത്ത്, ഇങ്ങോട്ട് അവർ ബന്ധം മുറിച്ചാൽ അങ്ങോട്ട് പോയി ബന്ധം പുലർത്തി, ഇങ്ങോട്ട് വല്ലതും നൽകലിനെ അവർ തടഞ്ഞാൽ
അങ്ങോട്ട് കൂടുതലായി നൽകി നമ്മളുടെ മഹത്വം അത് പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് ഇടപെടാൻ നമുക്ക് സാധിക്കണം. നല്ല നല്ല മാർഗങ്ങളിലൂടെ പരിശുദ്ധരായ ആളുകളായി നമ്മൾ മാറണം. അതുപോലെ തന്നെ നാം മാജിദാകണം. നമ്മളുടെ ലക്ഷ്യവും മനക്കരുത്തും സൃഷ്ടികളിൽ നിന്ന് ഉയർത്തി സൃഷ്ടാവിലേക്ക് ബന്ധിപ്പിച്ച് നമ്മളുടെ അവസ്ഥകളെ നന്നാക്കി നമ്മൾ മഹത്വമുള്ളവരാവുക. ഇതൊക്കെയാണ് ഈ മഹത്തായ മാജിദ് എന്ന ഇസ്മ കൊണ്ട് സ്വഭാവം സിദ്ധിക്കലിൻ്റെ രൂപങ്ങൾ. ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലിയാൽ അല്ലെങ്കിൽ അതിൻ്റെ അബ്ജദീയത്ത് പ്രകാരം പതിവാക്കിയാൽ അവൻ്റെ ഖൽബ് പ്രകാശിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ്. ഒരു അധികാരിയായ രാജാവായ ഒരു മനുഷ്യൻ ഈ ഇസ്മിനെ ധാരാളം ചൊല്ലുമ്പോൾ തീർച്ചയായും അവൻ്റെ അധികാരപരിധി അത് വിശാലമാകും എന്നാണ്. അവൻ്റെ നിർദ്ദേശങ്ങളും അവൻ്റെ കൽപ്പനകളും അവൻ്റെ പ്രജകളായ ആളുകൾ ഏറ്റെടുക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യും. അവൻ്റെ ഭരണീയരായ ആളുകളുടെ ഹൃദയങ്ങളൊക്കെ അവനോട് സ്നേഹമുള്ള ഹൃദയങ്ങളായി മാറും. ഇങ്ങനെ തുടങ്ങി പല ഗുണങ്ങളും മഹത്തുക്കൾ ഈ ഇസ്മിന് പഠിപ്പിക്കുന്നുണ്ട്. വാജിദിൻ്റെ പ്രത്യേകതയിൽ നാം പറഞ്ഞതുപോലെ തന്നെ അധികാരികളുടെ ആ ഒരു കാരുണ്യം സൃഷ്ടികൾക്ക് അല്ലെങ്കിൽ പ്രജകൾക്ക് അണികൾക്ക് കിട്ടാൻ ഈ ഇസ്മ ധാരാളം ചൊല്ലിയാൽ മതിയെന്ന് മഹത്തുക്കൾ നിർദ്ദേശിക്കാറുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.